വയനാട് വൈത്തിരിയിൽ ജനമധ്യത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്ക് ഇൻസ്പെക്ടറുടെ മർദ്ദനം. വൈത്തിരി SHO ബോബി വർഗീസാണ് അതേ സ്റ്റേഷനിലെ കീഴുദ്യോഗസ്ഥനെ തല്ലിയത്. പെൺകുട്ടിയുടെ പരാതി അന്വേഷിക്കാനെത്തിയ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ജീപ്പിന് പുറത്തിറങ്ങാതിരുന്നതോടെയാണ് മർദ്ദനമുണ്ടായത്. വെള്ളിയാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇത് എന്താണ് സംഭവിച്ചത്? കാര്യം ജീവനക്കാരൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തന്നെ അതിങ്ങനെ മർദ്ദിക്കാമോ? എന്താണ് സംഭവിച്ചത്? അത് ആൾക്കാരെ മുന്നിച്ച് എല്ലാം അടിച്ചുകൂടാ. ഇതിപ്പോൾ ആൾക്കാരെ മുന്നിച്ച് മൊത്തത്തിൽ മൊറയിൽ തകർക്കുന്നു, അവരുടെ യൂണിഫോമിനോടുള്ള അധിക്ഷേപം, അങ്ങനെ മൊത്തത്തിൽ അലമ്പാണത്. സുർജിത്ത്, ഹാഷ്മി, സ്മിത, ഈ സംഭവത്തിന് ആധാരമായത് അത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് അറിഞ്ഞുകൊണ്ടാണ് പോലീസ് സംഘം അവിടേക്ക് എത്തിയത്. പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറായിട്ടുള്ള അദ്ദേഹം ബോബി വർഗീസ് ഉൾപ്പെടെയുള്ള ഒപ്പം 3 പോലീസുകാരും ഉണ്ടായിരുന്നു. അവർ മഫ്തിയിലായിരുന്നു ഈ പോലീസുകാർ ഉണ്ടായിരുന്നത്. അവർ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് കനറ ബാങ്കിൻ്റെ പരിസരത്തേക്ക് എത്തുകയും പിന്നീട് പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ആണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് ആധാരമായ കാര്യങ്ങളിലേക്ക് എത്തിയത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഈ പോലീസുകാരൻ, അതായത് ഈ സിവിൽ പോലീസ് ഓഫീസർ റഫീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ മർദ്ദിക്കുന്ന തരത്തിലേക്ക്, അതായത് കൈയിലേക്ക് അടിച്ചു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. അത്തരത്തിലുള്ള ദൃശ്യം കൂടി പുറത്ത് വന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത്. ഈ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ പകർത്തിയ ദൃശ്യമാണ് വലിയ അളവിൽ പ്രചരിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ്, ഈ ദൃശ്യം പ്രചരിച്ചതോടുകൂടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയില്ല എന്നുള്ള തരത്തിൽ ഈ കീഴുദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്, SP ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഇങ്ങനെ ക്ഷുഭിതനായി സംസാരിക്കുകയും മാത്രമല്ല ഒരു കീഴുദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളത് അതിൻ്റെ ശരിതെറ്റുകളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് ജില്ലാ പോലീസ് മേധാവി കടക്കുമോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മൂടൽമഞ്ഞാണോ സുർജിത്ത്? മൂടൽമഞ്ഞ് കുറച്ച് ഏതാനും ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ഈ വയനാടിനെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ തൊട്ടടുത്ത് മയിലാടിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഹാഷ്മി. പക്ഷെ അത് കാണാൻ പറ്റാത്ത വിധത്തിൽ, കാഴ്ച മങ്ങുന്ന വിധത്തിലുള്ള ഒരു മൂടൽമഞ്ഞാണ്. ഡിസംബറിലാണ് ഇതൊക്കെ സംഭവിക്കേണ്ടത്. പക്ഷേ ജനുവരി മാസത്തേക്ക് ഈ കാലത്താണ് അത് അങ്ങനെ കാണാൻ കഴിയും. നല്ല മൂടൽമഞ്ഞുണ്ട്. ശരി, അപ്പൊ അത് എൻജോയ് ചെയ്യാം അല്ലേ? ഇപ്പൊ അയോധ്യയിലെ കേസ് പറഞ്ഞ പോലെ അല്ലല്ലോ, ഇതൊരു നല്ല സുഖമുള്ള വയനാട്ടിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കാലം തെറ്റി പെയ്യുന്ന മഴ, കാലം തെറ്റി വരുന്ന വരൾച്ച, അങ്ങനെ ക്ലൈമറ്റിൻ്റെ എക്സ്ട്രീമുകളൊക്കെ കേരളം കാണുകയാണ്. ഇനിയും പലതും പ്രതീക്ഷിക്കേണ്ടി വരും. കാര്യം നമ്മുടെ ആ പഴയ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കാലാവസ്ഥാ ചക്രമൊക്കെ എന്നോ പോയി. അതെ, നമുക്ക് ഒരു പോളി വർഗീസ്, ഞാൻ മെസ്സേജ് അയക്കില്ല ഇനി മുതൽ. കാരണം 5 വർഷമായിട്ട് ഞാൻ പലതവണ മെസ്സേജ് അയച്ചു, ഒരു തവണ പോലും വായിച്ചില്ല. ഇത് വായിച്ചിട്ടുണ്ട്. അതുപോലെ പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നുണ്ട്, സ്മിത ഇന്ന് കവിത ചൊല്ലുമോ എന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുന്നു. ഞാനൊരു 4 വരി കവിത ചൊല്ലിക്കോട്ടെ. കടമനിട്ടയുടെ കവിതയാണ്, ട്രാൻസ്ലേഷൻ ആണ്. ഈ മരങ്ങളെ കുറിച്ചുള്ള, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഏത് കവിതയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ് എന്നുള്ളത്. മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ, അനക്കമറ്റു ഭൂമിയിൽ ലയിപ്പതിനു മുന്നിലായി എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികളാണ്. വളരെ മനോഹരമായ, ഏറ്റവും മനോഹരമായ അതിന്റെ ട്രാൻസ്ലേഷൻ. മുകളിൽ നിൽക്കുമെന്ന് നമുക്ക് എനിക്കൊന്ന് അതിൽ കുറേ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഇതാണ് അതിൽ ഏറ്റവും കടമനിട്ട പൊള്ളിയാണ് കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.